I'm Shishra. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഒരു ബിരിയാണി വ്ളോഗ് അല്ല, ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ റാൻഡമായിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ. കുറേ നിങ്ങൾ വിചാരിക്കും ഓണത്തിൻ്റെ ഇടയിൽ പൊട്ടുകച്ചവടം എന്ന പോലെ കുറേ കല്യാണം സീരീസ് ആയിട്ടിൻ്റെ ഇടയിൽ ഇടയ്ക്കൊരു കുക്കിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ ഒരു സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ബിരിയാണി. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അമ്മയുണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണി ഉണ്ടാക്കുക. അവിടെ ഏകദേശം എല്ലാം പ്രിപ്പറേഷൻ സ്റ്റാർട്ടായി. ഇവിടെ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് എത്ര വെള്ളമുണ്ട് മമ്മി? അളവൊന്നുമില്ല, അത് കുഴപ്പമില്ല. അതെ, ഇത് നമ്മൾ എന്താ പറയുക ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം 1 കിലോന്റെ കുറവ് 6.5 കിലോ അരി എടുത്തിട്ടുണ്ട്. 6.5 കപ്പ് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തിനാ വെച്ചത്? 2 അടുപ്പിച്ച് വെച്ചാ. ഇവിടെ അരി നമ്മൾ വേവിക്കും, എന്നിട്ട് ഇത് വെള്ളം കളഞ്ഞിട്ട് വേവിച്ചെടുക്കും. ഇവിടെ സൈഡിൽ നമ്മൾ ബിരിയാണീൻ്റെ ഫസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും പിന്നെന്താ ഉള്ളിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് എണ്ണയും നെയ്യും കൂടി രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നമുക്ക് ഇത് തന്നെ നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാം. മസാല നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്ല അമ്മ ബാക്കി കുറച്ച് നെയ്യ് ഇടാം. കുറച്ച് നെയ്യ് ഇട്ടിട്ട് ആദ്യം നമ്മൾ ഉള്ളി വറക്കും. പിന്നെ ആദ്യം അണ്ടിപ്പരിപ്പ് വറക്കാൻ അമ്മ അവിടെ സാലഡ് റെഡിയാക്കി. അത് കഴിഞ്ഞു. അല്ല കുക്കുംബർ ഒന്നുമില്ല. കുക്കുംബർ ഇടാം, ശരിക്കും പൊംഗ്രാനൈറ്റ് ഇടാം അല്ലേ? ജസ്റ്റ് ഒന്നുമില്ല. മതി. പിന്നെ ലാസ്റ്റ് എന്തായാലും നമ്മൾ കുറച്ചുകൂടെ ഒഴിക്കും. ഇവിടെ ഈ വെള്ളം ചൂടായി വരുമ്പോൾ ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഇതിടാം. ലാസ്റ്റ് അമ്മ പട്ട ഗ്രാമ്പു ഇതിലും കുറച്ചിടാം. അല്ല ഇതിലും കുറച്ചിടാം. ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇപ്പോൾ സമയം ആക്ച്വലി 12 മണി ആവാറായി. നമ്മൾ മെല്ലെയാണ് ചെയ്തത്. സൺഡേ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ മെല്ലെയാണ്. പക്ഷേ ഇത് വേഗം കഴിയും. ഇത് ആക്ച്വലി ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഉള്ളത് കണ്ടോ, ഈ ഉള്ളി തക്കാളിയൊക്കെയാണ്. ഇത് ഏകദേശം എത്ര ഉള്ളിയുണ്ട്? ഒരു 3/4 കിലോ ഉള്ളി ഉണ്ടാവും തോന്നുന്നു. 3/4 അടുത്ത്. ഇത് 1/2 കിലോ തക്കാളിയുണ്ട്. അത്രയും വേണം. പിന്നെ ഇത് ഏകദേശം 2 ഉള്ളി ചെറുതായിട്ട് നൈസായിട്ട്. ഇതിന് നൈസായിട്ട് അറിയാൻ പറ്റുകയാണെങ്കിൽ അത്രയും നൈസായിട്ട് അറിയാം. പിന്നെ കുറച്ച് ഇട്ട് റൈസും ഇത്. ഓക്കെ, നമ്മുടെ അയ്യോ നന്നായി വറുത്തു. കാഷ്യൂസ് എല്ലാം വറുത്തു. ഇനി നമ്മൾ നേരെ ഉള്ളി വറുക്കാനുള്ളൂ. ബാക്കി കുഞ്ഞു പീസൊന്നും കുഴപ്പമില്ല അമ്മ, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത് എന്തിടാം? ഇനി ഈ ചെറിയ സവാള നമുക്ക് നൈസായിട്ട് അരിഞ്ഞ സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവാള നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ വേഗമാകും. നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. കുറച്ച് പഞ്ചസാര അതിൽ കുറച്ചൊന്ന് ബദറിട്ടാണ്. പഞ്ചസാര ഇവിടെ കുറച്ചിങ്ങനെ ഒന്ന് നല്ല നൈസായിട്ട് ഒരേപോലെ അരിയാണെങ്കിൽ എല്ലാം ഒരേ ടൈമിൽ നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്നിങ്ങനെ പഞ്ചസാര ഒന്ന് ബദറി കൊടുത്താൽ മതി. നമുക്ക് അങ്ങനെ അത്ര മതി. കുറച്ച് കിട്ടും അമ്മ. ഇത്ര ജസ്റ്റ് ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് സാധനം കിട്ടും. അത് ആക്ച്വലി നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. ഇതിന് നമ്മൾ ഈ മുറിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം നമ്മൾ ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് അരച്ചെടുക്കണം. ഇതിൽ പച്ചമുളക് അരച്ചിട്ടില്ല, എല്ലാം കൂടി അരച്ചാണ്. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുറച്ച് അധികം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 3-4-5 ഇഞ്ചിയും കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും അതിലെ പച്ചമുളക് ഒരു 10-15 എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ നമുക്ക് ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ടില്ലേ അത് അപ്പളേ നമുക്ക് ഇടുക. പിന്നെ ഇതേപോലെ ഉള്ളി മുറിച്ച് വെക്കണം, തക്കാളി മുറിച്ച് വെക്കുക. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇനി വെള്ളം ചൂടാവുന്ന സമയത്ത് കുറച്ച് വെള്ളം ചൂടാകുമ്പോൾ പട്ടിയും ഗ്രാമ്പും അത് ഫുള്ളിടണ്ട, കുറച്ചിട്ടാൽ മതി. കുറച്ച് ബാക്കി വെക്കുക. അത് നമ്മൾ ആ മസാലയിൽ നമുക്കിടാം. ഇതിലൊന്ന് അതിട്ടിട്ട് അരി വേവിക്കുക. അരി ഒരു 3/4 വേവാകുമ്പോൾ വെള്ളം കളഞ്ഞിട്ട് അരി മാത്രം എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഈ മസാല റെഡി കഴിഞ്ഞാൽ മസാലയ്ക്ക് അരി ഇട്ടിട്ട് ദമ്മിടുക. ഒരാളൂ. പരിപാടി ഈസ് വെരി സിമ്പിൾ.
അത് ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു വൈ നോട്ട് ഇന്ന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ സമയമുണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇന്നിപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞിട്ട് മാറ്റുമ്പോൾ കാണിക്കാം. ഇപ്പോൾ ഏകദേശം നല്ല ബ്രൗണായി. ഇത് നമുക്കിനി മെല്ലെ എടുക്കാം. കാരണം അത് എടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ചിലപ്പോൾ ആ ചൂടിൽ ഒന്നും കൂടി ഒന്ന് ബ്രൗൺ ആവും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നല്ല നൈസായിട്ടാണെങ്കിൽ കറക്റ്റ് നമുക്ക് കിട്ടും. ചെറിയ വലിയ കഷ്ണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ചെറുതായിട്ടിങ്ങനെ, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് മാറ്റാം. ഈ വെള്ളം തരെ ചൂടാകുന്നില്ല, കാരണം അത്രയും വലിയ കുറേ പാത്രത്തിൽ കുറേ വെള്ളമുണ്ട്. ഇതെടുത്തോ, അമ്മമ്മ എടുത്തെടുത്തോ. അതിനെന്തെങ്കിലും കറക്ക് എടുക്കണം. നമുക്ക് മെല്ലെ എടുക്കാം. എടുത്ത് മാറ്റുകയാണ്. അമ്മ കുളിക്കാൻ പോയതാണ്. അമ്മ കുളിച്ച് വരുന്നവരെ അമ്മമ്മയാണ് ഷെഫ്. അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ തന്നെ പട്ടയും ഗ്രാമ്പും കുറച്ചുകൂടി ഇതിൽ നമ്മൾ ഇടും പട്ടയും ഗ്രാമ്പും. പക്ഷേ ഇത് നമ്മൾ ഊറ്റിയെടുക്കുന്നതുകൊണ്ടൊക്കെ കളയും. അതുകൊണ്ട് അതിൽ കുറച്ചത്തേക്ക് മാറ്റി വെക്കാം. അതിൽ കുറച്ച് പട്ട ഗ്രാമ്പു പിന്നെ മറ്റേ ബേ ലീഫ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ആ ഉള്ളി ഇടുക. സവാള നമ്മളിങ്ങനെ അരിഞ്ഞതിടുക. ഇതിലിപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ മറ്റേ നീളത്തിൽ അരിഞ്ഞാലും മതി. നമുക്ക് ചെറുതാക്കി അരിയണമെന്നില്ല, നീളത്തിൽ അരിഞ്ഞാൽ മതി കിട്ടും. അപ്പോൾ നമ്മളൊന്നും കൂടി അതിനെ പക്ഷേ പിന്നെ ഇതെല്ലാം കൂടി മസാല പോലെ ആവും. നമ്മൾ അരിഞ്ഞൊന്നും ആക്ച്വലി അറിയില്ല, എങ്ങനെയാണ് അരിഞ്ഞൊന്നും അറിയില്ല. ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇതൊന്നൊരു കുറച്ച് നന്നായി വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കുറച്ച് ഉപ്പ് ഇടും. ഇതിനി നന്നായിട്ട് അങ്ങോട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. സോ അതിന് കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് വരാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താണ് പട്ട ഗ്രാമ്പു ബേ ലീഫ് ഉപ്പ് ലാസ്റ്റ് നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് തിളയ്ക്കുന്നില്ല, അടച്ച് വെക്കാം. ചെറിയ അമ്മ ഇപ്പോൾ കുളിച്ചു വന്നു. എന്നൊന്നും പറയണ്ട, നമ്മുടെ വളരെ നാച്ചുറൽ വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. അപ്പോൾ ഇതാ ഇവിടെ ഉള്ളി ഒരു റോസായി ഗോൾഡൻ റോസ് കളറായി. കുറച്ചും കൂടി വഴണ്ടിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം അമ്മ. അതപ്പോൾ തന്നെ ഉണ്ടോ വേണ്ടല്ലോ, കുറച്ചും കൂടി വഴണ്ടിട്ടില്ലേ, അടിപിടിക്കും. അതാണ് അപ്പോൾ കുറച്ചും കൂടി അത് നന്നായിട്ടൊന്ന് ആവട്ടെ. കുറച്ച് സമയം എടുക്കും. ഇതിൻ്റെ ടൈമേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല. ഇങ്ങനെ ഇളക്കിയിരിക്കാം. ഓക്കെ, ഇളക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണ്? ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കിയത് ഏകദേശം 1 കിലോൻ്റെ അടുത്തുണ്ട്, 1 കിലോ ഉണ്ടാവും. അതിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ആട്ടെ. ഇത് കുറച്ച് മുളക് പൊടി കാശ്മീരി ആയതുകൊണ്ട് ഇത്ര കളർ ആവശ്യമില്ല. ശരി, പച്ചമുളക് ഇട്ടാൽ മതി. പച്ചമുളക് ഞങ്ങളിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അരച്ചുകൊണ്ട് അത് ഇട്ടില്ല. അതിനൊരു മുളക് പൊടി ആട്ടെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഇതിൽ ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ മസാലയൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ചിക്കൻ ഉണ്ടാകും. ഇവിടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സോ അതാണ്. ഇതെപ്പോഴും ആയിട്ടില്ലായിക്കൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതെ, നമ്മളിപ്പോൾ സൺഡേ ദിവസങ്ങളിൽ ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ബിരിയാണി ഉണ്ടാക്കും. ഞങ്ങൾ ആദ്യം ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കി ഇപ്പോൾ നമുക്കൊരു സെറ്റായി. പിന്നെ ബിരിയാണി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല, ബിരിയാണി മാത്രം മതി. ബിരിയാണിയും സാലഡ് ഉണ്ടെങ്കിൽ സെറ്റ്. അപ്പോൾ നമുക്ക് കുറേ നമ്മൾ ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ രാത്രിയും കഴിക്കും, ചില ബാക്കിനെയും അടുത്ത ദിവസവും കഴിക്കും. എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ബിരിയാണി. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നല്ല റെസിപ്പി കേട്ടോ. ഐ മീൻ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള സംഭവം. ഈ മസാലയൊക്കെ ഇഷ്ടമില്ലാതൊക്കെ ദം ബിരിയാണിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഈ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇത് ഏകദേശം വഴണ്ട് വന്നതിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇത് ഏകദേശം കുറച്ചെടുത്തിട്ടുണ്ട് അല്ലേ. 10-15 പച്ചമുളകും ഒരു 3-4 ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇട്ടുണ്ട്. സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ ആ സെപ്പറേറ്റുള്ള പച്ചമുളക് ഈ ചിക്കനിൽ ഇട്ടാൽ മതി. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അരക്കുകയാണ് ചെയ്തത്. പച്ചമുളകിൻ്റെ കളർ കാണുന്നില്ലല്ലോ, വെള്ള കളർ. നമ്മളിവിടെ വീട്ടിലത്തെ ഞങ്ങളുടെ മുളകാണ്, അതുകൊണ്ട് നല്ല വെള്ള കളർ മുളകാണ്. നാച്ചുറൽ ആയതുകൊണ്ടാണ് പച്ച കളർ കാണുന്നത്. അപ്പോൾ അതിന് നമുക്ക് വഴറ്റാം. കാരണം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അടി നന്നായിട്ട് പിടിക്കും. അതുകൊണ്ട് ആണ് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അതല്ലെങ്കിൽ ഒരു പച്ച മണം മാറുന്ന വരെ നമ്മളിങ്ങനെ ഇത് വഴറ്റിക്കൊണ്ടിരിക്കും. യെസ്, അപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ അല്ലേ. അവിടെ അപ്പുറത്ത് അതിലേക്ക് അരി ഇടണം.
നമ്മൾ ഇതാക്കാം. അതിൻ്റെ ബാക്കി വേണം നമുക്ക് ആ വെള്ളം തെളിയിടാം, കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒക്കെ വെള്ളം ആ വെള്ളമില്ല തിളച്ച വെള്ളം ഇതിലെടുത്തിട്ട് അതെടുത്തിട്ട് നമ്മൾ അരിയിലിടും. അപ്പോൾ അരിയിലൊരു മണം, ആ ടേസ്റ്റിനൊരു മണം കിട്ടും. കാരണം ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കില്ല ഈ മസാലയിൽ. അതുകൊണ്ട് ഇതൊന്ന് ഇനി ആ പച്ച മണം മാറുന്ന വരെ വഴറ്റുക. ഇതിൽ കഴുകിയ വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിലൊഴിച്ചു. നമ്മൾ അരി ഇടാൻ പോകുന്ന അതിലേക്ക് ഒഴിച്ചു. ഇനി നമ്മുടെ അരി നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി അരിയാം. അതൊന്ന് കുതിർക്കുന്ന അരിയായിരുന്നു. അത് നമ്മളിനി നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അങ്ങോട്ടാണ്. ഇനി ഇതൊന്ന് പകുതി മുക്കാൽ വേവാകുന്ന വരെ നമ്മളിതിൽ വെക്കും. അത് കഴിഞ്ഞ് വെള്ളം മാറ്റിയെടുക്കും. അത് ഏകദേശം അയിഞ്ചോ അല്ലേ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ. മമ്മി അത് നോക്കും. തക്കാളി ഇട്ടാ തക്കാളി ഇടാം. ഇനി തക്കാളി ഇടാം. ടൊമാറ്റോ നമ്മൾ ഒരു 1/2 കിലോ തക്കാളി ഇടാം. അതൊക്കെ നമുക്ക് ഇടാം. അറ്റ് എ ടൈം നമുക്ക് ഒറ്റ സൈഡിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് എടുത്താൽ മതി. അറ്റ് എ ടൈം നമുക്ക് ഇവിടെ വെള്ളം അരിയും വേവിക്കാം. അപ്പുറത്തെ സൈഡിൽ നമുക്ക് നമ്മുടെ കുറച്ച് ഒന്ന് ഇറക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ആ ടേസ്റ്റ് വരും. ഇനി ഇതൊന്ന് വേവട്ടെ. ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല, ഇതിൽ ഉപ്പിടണം. ഇത് നമ്മൾ ജസ്റ്റ് സവോള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലാസ്റ്റ് മസാല ചിക്കൻ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കാം അതിൽ. അപ്പോൾ ഇതിലുപ്പിടണം. ഇതെപ്പോഴും നമ്മൾ ഉപ്പിടുമ്പോൾ ഇട്ടു, പക്ഷെ എപ്പോഴും നമ്മൾ എന്തിടണം, കൂട്ടിയിടണം അല്ലേ. നമുക്കിങ്ങനെ കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം. നോർമൽ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി കൂടി ഞങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇതിൽ ഉപ്പ് കുറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉപ്പ് കുറച്ച് കൂടുതൽ കിട്ടുന്ന പോലെ നമ്മളെപ്പോഴും ഉപ്പിടണം. കാരണം ഈ വെള്ളം നമ്മൾ കളഞ്ഞിട്ടല്ലേ എടുക്കുക. അതുകൊണ്ടാണ് പോരാ, കുറച്ചും കൂടി ഉപ്പിടുന്നുണ്ട്. വെള്ളം കുറേ കൂടുതലുണ്ട്, കുറച്ച് അധികം ഉപ്പിടുന്നുണ്ട്. ഇങ്ങനെ വെള്ളം നമ്മൾ എന്നിട്ട് ഊറ്റി കളയും. നമ്മുടെ ഈ മസാല ഉണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ല ഉടഞ്ഞ് കിട്ടണം. വഴണ്ട് നല്ല ടേസ്റ്റ് പോലെ ആവും. ഓക്കെ, നമ്മുടെ മസാല ഏകദേശമായി. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമ്മൾ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ കുറച്ചിട്ടാൽ മതി. ഒരു അമ്മൻ്റെ ഒരു താമസമനുസരിച്ച് കുറച്ച് 1/2 ടീസ്പൂണിനടുത്ത് മതി മതി 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. ഇനി എന്താ നമ്മൾ ലൈം ജ്യൂസ് ഒരു ഇതും ലൈം ജ്യൂസ് ഇടണം. കുരു ഞാൻ അയ്യോ അമ്മ ചിക്കനിൽ വീഴും തോന്നുന്നു. കുരു വീഴുന്നില്ലല്ലോ നോക്കുന്നു. ഓക്കെ, ലൈം ജ്യൂസ് ഇട്ടു. ഇനി നമ്മൾ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തൈര് ആക്കിയിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര്, അത്യാവശ്യം പുളി കുറവാട്ടോ തൈരിന്. ആ തൈര് അതും കൂടി ഒന്ന് നമ്മൾ ഒഴിച്ചോ. ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് കുഴപ്പമില്ല. ഒഴിച്ചു വെച്ചു. ഓക്കെ, നമ്മളപ്പോൾ 1/2 കപ്പ് തൈര് ഒഴിച്ചു. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്തിടും, ചിക്കൻ ഇടും. നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ദ ഡിഷ് ചിക്കൻ ദം ബിരിയാണിയിലെ ചിക്കൻ. ഓക്കെ, ഇനി ചിക്കൻ ഇടാം. ചിക്കനും കൂടി അതിലെന്തെങ്കിലും ഇട്ടിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് ചിക്കൻ ഇട്ടിട്ട് ഇറക്കുക. ഇനി ഒരു സാധനം നമ്മൾ മറന്നു, എന്ത്, മല്ലിയില. ഈ മല്ലിയില അരിയണം. അല്ല, ഇതിൽ കുറച്ച് നമ്മൾ വേണമെങ്കിൽ ഒന്നിടാം. മസാലയിലൊന്ന് മല്ലിയില ഇടാം. കുറച്ച് മല്ലിയില ഇടും. ഓക്കെ ഗായ്സ്, നമ്മൾ റൈസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ
ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് വെന്തു. കുറച്ചിങ്ങനെ ഗ്രേവി പോലെ ഉണ്ടാവും. ദാറ്റ് ഇസ് ഫൈൻ. കാരണം നമ്മളിനി ദമ്മൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ മസാലയൊക്കെ വേണ്ടേ, അപ്പോൾ അത് റെഡിയാവും. യെസ്, ചിക്കൻ നന്നായി ചിക്കൻ വെന്തു. ആ അതോ ഉടഞ്ഞു. ഉടഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മെല്ലെ ഇത് ഓഫ് ചെയ്യട്ടെ. ഒന്ന് ദമ്മിടാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ദമ്മിടാൻ വേണ്ടി ചിക്കൻ ഓഫ് ചെയ്യാം. അപ്പം നമ്മളിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ഒരു പാത്രം. ഇതിൻ്റെ മേലെയാണ് നമ്മുടെ മെയിൻ പാത്രം വെച്ച് ദമ്മിടുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും വെന്തു. ഇനി അമ്മ അതിലേക്ക് ദമ്മിട്ടോളൂ, ദമ്മിടാൻ തുടങ്ങിക്കോളൂ. ഒരു സ്പൂൺ എടുത്തിട്ടോ. അപ്പോൾ അതിനുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ദറ്റ് ഈസ് നമ്മുടെ അണ്ടിപ്പരിപ്പും ഉള്ളിയും, പിന്നെ നമ്മൾ എന്തിടുന്ന ഇത് മല്ലിയില. ഇത് അമ്മ കേട്ടോ. അമ്മ ഒരു ഫസ്റ്റ് ഒരു സെറ്റ് റൈസ് ഇടാം. കുറച്ചൊന്ന് പരത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഈ സൈഡിലോട്ടോ, ഈ സൈഡിൽ അതിന് അമ്മ പരത്തമ്മ ആ സൈഡില്. അല്ല, ഇനി എന്തായാലും ഫുള്ള് റൈസ് ഇടും. എന്തായാലും ഇനി മൊത്തം റൈസ് ഇടണം. പക്ഷെ അതിനും ഇനി അമ്മമ്മ വലിയ അതും കുറച്ചതും പിന്നെ മറ്റേ അണ്ടിപ്പരിപ്പ് മല്ലിയിലും കുറച്ചിട്ടോ. ഇനി ബാക്കി മറ്റേലിടാം. ഇനി മറ്റേ അതും ഞാൻ അപ്പം നിങ്ങൾ ഇളക്കുമ്പോൾ നിങ്ങൾ ഇളക്കുമായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചട്ടി ചൂടാവുന്നുണ്ട്. നല്ലത് നന്നായി ചൂടാവണം. എന്നിട്ട് ഇതിൻ്റെ മേലാണ് നമ്മൾ ഇത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ലാസ്റ്റ് ഒരു ലെയർ അതും കൂടി അമ്മ കേട്ടോ. അത് ഫൈനൽ ഇടുന്നു. നമ്മൾ അപ്പോഴേ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിലിപ്പോൾ നമ്മൾ ഇത് മാത്രമേ ഇട്ടുള്ളൂ, എന്താ നമ്മുടെ ക്യാഷ് മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്ക് കിസ്മിസ് അഥവാ അത് ഇഷ്ടമില്ല, കടിക്കും എന്തോ പോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും ആ സാധനം ഇടാറില്ല. കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക, ലാവിഷ് ആക്കണമെങ്കിൽ ലാവിഷ് ആക്കിയിടാം. ഞങ്ങൾ കുറച്ച് എടുത്തിട്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഈ മല്ലിയിലയും കൂടി അതിലിട്ടിട്ട് നമുക്ക് ഈ സംഭവം ഡെക്കറേഷൻ അവസാനിപ്പിക്കാം. എന്നിട്ട് ഇത് ദമ്മിടാൻ വേണ്ടി എടുക്കാം. നെയ്യ് ഇടാം. യെസ്, നെയ്യ് ഇടാം. നമ്മൾ ഈ ഡാഡിയാണ് നമുക്കിതിൻ്റെ ഡാഡി കല്യാണം വിളിക്കാൻ പോയിട്ട് ക്ഷീണിച്ച് തെറ്റിച്ചാണ്, വെയിലത്തൊക്കെ പോയിട്ട്. അതുകൊണ്ട് ടു ടയർഡ്. ഞങ്ങൾ തന്നെ അത് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് എന്തിടാം, നെയ്യിടാം. നെയ്യ് നോക്കട്ടെ, മറുപടി നെയ്യുടെ കഴിഞ്ഞു. ഇനി നമുക്ക് നെയ്യ് ഇതിലിടാം. നെയ്യ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യും. എന്നിട്ട് മൂടിയിട്ടിട്ട് നമ്മൾ ആ ചൂടാക്കാൻ വെച്ച പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്സിനടുത്ത് നമ്മൾ എന്തായാലും നമുക്ക് നെയ്യിടാം. നെയ്യ് ഇങ്ങനെ മേലെ കൂടെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തോ. മൊത്തമായിട്ട് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇളക്കുമ്പോൾ മൊത്തമായിട്ട് അങ്ങ് ഇളക്കും. ഈ അറ്റത്തൊക്കെ കൊടുത്തു, ഈ ഭാഗത്തും നല്ല. അയ്യോ, അത്ര മതി. ഫാറ്റ് ഗൈസ്, കൊളസ്ട്രോൾ ഗൈസ്. മതിയില്ലേ? മണം ഉണ്ടാവണേ നെയ്യ് വേണം. പക്ഷെ അത് വന്നിട്ട് പോരെ? മതി. ഇത്ര മതി. ഇനി അമ്മ അലുമിനിയം ഫോയിൽ എടുക്കും. അത് അവിടെ വെച്ചിന് അലുമിനിയം ഫോയിൽ. അത് മമ്മിക്ക് അറിയുമോ? അച്ഛാ ഒന്ന് വരൂ. അച്ഛൻ്റെ കൈയാണ് ഇതിൻ്റെ ഞങ്ങളുടെ മെയിൻ. ഇത് ലാസ്റ്റ് ഞങ്ങളുടെ ഫൈനൽ ടച്ചിന് അച്ഛൻ വരണം. സോ അച്ഛൻ വരട്ടെ. അച്ഛൻ വന്നു.
നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് കവർ ചെയ്യാം. ചേർത്ത് 2-3 ലെയർ ആക്കിയിട്ടുണ്ട്. ഒന്നിനെന്തായാലും തയ്യില്ല. ഇനി ഒന്നും കൂടി ഇട്ടാൽ മതി അല്ലേ? അതും കൂടി മതി. ഇവിടെ അത് നന്നായി നല്ല ചൂടായി. ചൂടാവുന്നല്ലേ? പിന്നെ നമുക്ക് ഈ സംഭവം വെച്ച് അടയ്ക്കുമ്പോൾ അത് ടൈറ്റ് ആയിരുന്നോളൂ അല്ലേ? എന്താ അടച്ചോളൂ, അമർത്തിക്കോ. യെസ്, നന്നായി അമർന്നു. ഇനി അതേപോലെ എടുക്കുക, അതിൻ്റെ മേലെ വെക്കുക. കട്ടല്ലേ? കുറച്ച് കൂട്ടുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് സിമ്മാക്കും നമ്മൾ. കുറച്ച് രാവി ഇതിൻ്റെ നന്നായി വരുന്ന കഴിഞ്ഞ് നമ്മളിത് സിമ്മാക്കും. അപ്പോൾ ഇത് നല്ല ദമ്മ് ഇങ്ങനെ കയറും. സോ ഇനി ഞാൻ ദമ്മ് പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാം. ഗായ്സ്, നമ്മൾ ദമ്മെടുത്തു. അയ്യോ നല്ല ചൂടുണ്ട്. കാരണം വെള്ളമൊക്കെ വന്നു. നമുക്ക് പുറത്താം. കടാ പുക വരുന്നുണ്ട്, പുക വരുന്നുണ്ട്. അയ്യാ വെള്ളം 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 വരുന്നുണ്ട്. നല്ല ചൂടുണ്ട്. കടാ ആവി പറക്കുന്നുണ്ട്. നിങ്ങൾ നല്ല മണം. വെള്ളം പോയി, വെള്ളം പോയി. ഹായ്, നല്ല മണം, നല്ല ആവി വരക്കുന്ന മണം. ഇതിനി ഇളക്കാൻ ആക്കും. ദമ്മൊന്ന് ഇട്ടൊന്ന് സ്പൂണെടുക്കൂ. ഇവിടെ ഇനി അമ്മയ്ക്ക് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ്. ഞാനപ്പോൾ ഇത് ഇപ്പോൾ സമയം കറക്റ്റ് ടൈമാണ്. 1 നമ്മൾ ദമ്മ് പൊട്ടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ആവി വരക്കുന്നു. ആ കേട്ടോ, ചിക്കനൊക്കെ ഇവിടെ? ചിക്കനൊക്കെ ഇല്ലേ? അതാ ചിക്കൻ വരുന്നു. അച്ഛൻ വിശക്കുന്നില്ലേ? ഞാൻ കഴിക്കാം. വെള്ളം കൊടുത്തു വിശപ്പ് പോയി എന്നൊക്കെ. അത് കറക്റ്റാണ്, മസാല കറക്റ്റ്. അതിന് ഇളക്കി എന്ന് സെറ്റാക്കി ഇളക്കാൻ നോക്കല്ലേ? നല്ല ആവി ഇറക്കണം. നല്ല മണല്ലേ മമ്മി? ഹൈ, നല്ല മസാല വേണം. കഴിക്കാൻ കൊതിയായി. ഇത് ഞാനിനി പ്ലേറ്റിലെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എന്തായാലും ടെസ്റ്റ് ഉണ്ടാവും. ഞങ്ങളാണ് ഉണ്ടാക്കിയത്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഞങ്ങളുടെ ബിരിയാണി എത്തി. ബിരിയാണി ഉണ്ട്, സാലഡ് ഉണ്ട്. ഇത് അമ്മൻ്റെ പുതിന ചട്നി, ഇത് ഡേറ്റ്സ് അച്ചാർ. അപ്പോൾ അമ്മമ്മ കഴിക്കാൻ തുടങ്ങി. അമ്മമ്മ കഴിച്ചോ? അമ്മമ്മ കഴിച്ചിട്ട് ആദ്യത്തെ അഭിപ്രായം പറയും. അമ്മമ്മ ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ അമ്മമ്മ ഉണ്ടാക്കിയിട്ടില്ലത് ഉണ്ട്, ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മമ്മ സത്യസന്ധമായ അഭിപ്രായം പറയണം. ഉപ്പുണ്ടോ, വെന്തോ, ടേസ്റ്റ് ഉണ്ടോ, എന്താന്ന് കഴിച്ചിട്ട് വന്നാൽ മതി. അതിനുണ്ട് സൂപ്പറായിട്ടുണ്ട്. വെന്താ? അരി വെന്താ? അരി വെന്തോ, ഉപ്പ് എല്ലാം ടേസ്റ്റും എരിവ്. ചിക്കൻ വെന്താ? ചിക്കൻ സൂപ്പറായിട്ടുണ്ട് അല്ലേ? വെന്തില്ലേ? അപ്പോൾ ഇനി ഞാൻ കഴിച്ചിട്ട് ഞാൻ തന്നെ പറയാം. ഇത് എന്തായാലും ഞങ്ങളിപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്, എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാലും കുറച്ച് സാലഡ് എടുക്കുക, കുറച്ച് ചമ്മന്തി എടുക്കുക, കുറച്ച് അച്ചാർ എടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ പീസ് എടുക്കുക. എല്ലാം കൂടി ഇടണം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല നെയ്യിൻ്റെ ടേസ്റ്റ്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓ കാലോറീസ്, ഞാൻ മറ്റേ 100 ഗ്രാമൊക്കെ ഇതാക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ചീറ്റ് ഡേ ആണ്. ഞാൻ അതുകൊണ്ട് ചോറ് നന്നായി, ഈ റൈസ് നന്നായി കഴിക്കുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സോ സിമ്പിൾ റെസിപ്പിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ ആസ്വദിച്ച് എൻ്റെ ബിരിയാണി ഇവിടെ കഴിക്കട്ടെ. അമ്മമ്മയും ഇവിടെ ബിരിയാണി കഴിക്കട്ടെ. ബാക്കി എല്ലാവരും ബിരിയാണി കഴിക്കട്ടെ. സോ ടിൽ ദെൻ ഇറ്റ്സ് മീ സിസ്റ്റർ. ബൈ.